കൊരിന്ത്യർ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ നമുക്കറിയാം, തീ കൊണ്ടൊരു ശോധനമുണ്ട്. തീയാണ് ശോധന ചെയ്യുന്നത്. അവിടെ കല്ലിൽ പണിതതും മണ്ണിൽ പണിതതും വൈക്കോലിൽ പണിതതും എല്ലാം അവിടെ പറഞ്ഞിട്ട് പറയുകയാണ്, ആമേൻ, തീ ആ നാളുകളിൽ ശോധന ചെയ്യും. ഇനിയും കർത്താവിനെ അനുസരിക്കാത്ത, ഈ സുവിശേഷം അനുസരിക്കാത്ത ഒരു വ്യക്തിയെ നമുക്കറിയാം, ഒടുവിലെ ന്യായവിധിയിൽ ഈ തീയിലാണ്. അവിടെ തീയാണ്, കെടാത്ത തീയും ചാകാത്ത പുഴുവും. ഇന്ന് പല ഫയർ കോൺഫറൻസുകളിൽ പലരും കുറ്റപ്പെടുത്തുന്നതും അതിനെ വിമർശിക്കുന്ന കണ്ടിട്ടുണ്ട്. അത് ആവശ്യമാണോ? 101% അങ്ങനെയുള്ള ശുശ്രൂഷകൾ ആവശ്യമാണ്. നമുക്ക് ആത്മീയമായ ഉത്തേജനം തരുന്നതാണ്. നമ്മൾ പ്രാർത്ഥനയോടെ ഒരാൾ അതിനകത്ത് സംബന്ധിച്ചാൽ ആ വ്യക്തിയുടെ മേലുള്ള എന്തെങ്കിലും ദൈവികമല്ലാത്തതുണ്ടെങ്കിൽ ആ തീ അതിനെ ദഹിപ്പിക്കും. അതാണ് ഇസ്രായേലിന്റെ വെളിച്ചം. തീയായി അവന്റെ പരിശുദ്ധൻ ജ്വാലയാവരി മുള്ളും പറക്കാലകളും. ദൈവികമല്ലാത്ത ശത്രുവിന്റെ അവകാശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ഒരു കോൺഫറൻസിന് പോകണമെന്നില്ല, സഭയിലെ ആരാധനകളിൽ നടക്കാം. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസന സഭയിൽ നടക്കും. ഇതിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാനൊക്കത്തില്ല, ഇതിനെ കളിയാക്കാനൊക്കത്തില്ല. കാരണം പിശാച് ഇതിനെ ഭയപ്പെടുന്നു. പ്രത്യേകിച്ച് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുകയും ഇങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്യുമ്പോൾ പിശാചുകൾ ഭയപ്പെടുന്നതാണ് തീയെ. പിശാച് ഭയപ്പെടുന്നതാണ് യേശുവിൻ്റെ രക്തം, പിശാച് ഭയപ്പെടുന്ന യേശുവിൻ്റെ നാമം, പിശാച് ഭയപ്പെടുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ചില ഘട്ടങ്ങളിൽ ചില ശക്തികൾ മാറാതിരിക്കുമ്പോൾ ഞങ്ങൾ വചനം പറയരുതേ, അത് വാളാണേ. ഒരു കാര്യത്തിൽ ഏറ്റവും പിശാച് ഭയപ്പെടുന്നതാണ് അഗ്നി. അപ്പൊ ഈ അഗ്നിയെ അതിനെ അങ്ങനല്ല, ഒരു വ്യക്തിയെക്കുറിച്ചല്ല, ഇത് മുഴുവൻ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ ഇത് ദൈവികമല്ലെന്ന് പറയുന്നതിനെ കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത്. ജീവിതമില്ല, സാക്ഷ്യമില്ലാത്ത ഒരാൾ ഇങ്ങനെ ഫയർ കോൺഫറൻസ് വെക്കുമ്പോൾ അതിൻ്റെ അകത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ ശുശ്രൂഷ ഉണ്ടോ ബൈബിളിൽ? ഈ ശുശ്രൂഷ ഉണ്ട്. ഇത് ആർക്ക് ചെയ്യാം? വ്യവസ്ഥയിലുള്ളവർക്ക് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അന്നാളുകളിൽ അവൻ പറയും, അധർമ്മം പ്രവർത്തിക്കുന്നത് നിങ്ങളെ അറിയുന്നില്ല, അതുകൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കരുതെന്നോ ശുശ്രൂഷ ചേരുന്നോ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വ്യവസ്ഥയില്ലാത്തവരെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെന്തിനാ പന്തിരുവരെ ശുശ്രൂഷയ്ക്ക് അയച്ചത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം ഇതാണ്. ഈ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് അവിടെ ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ട്, തീയുടെ ഒരു അഭിഷേകമുണ്ട്. ആ തീയുടെ അഭിഷേകം നമ്മെ ശുദ്ധീകരിക്കുകയും, ചോദിച്ചോട്ടെ, നമ്മൾ ഈ തട്ടാൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും സ്വർണം കൊടുക്കുമ്പോൾ തീയിലിടുന്ന എന്തിനാ? അതിൻ്റെ മാറ്റ് കുറയുമോ? മാറ്റ് കൂടുകയല്ലേ ചെയ്യുന്നേ? അതിലെന്തെങ്കിലും കീടങ്ങളുണ്ടെങ്കിൽ അത് പോകും. ആ തീയിൽ അങ്ങനെയുള്ള വചന ശുശ്രൂഷ ആത്മാവിൽ 2-3 ദിവസം കൂടി വരുന്ന ശുശ്രൂഷകളിൽ പുതുക്കപ്പെട്ടൊരു വ്യക്തിയായിട്ട് വരാം. പരിശുദ്ധാത്മാവിലും തീയിലും അവൻ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്ന പറഞ്ഞ വചനത്തിനെതിരെ ആർക്ക് നിൽക്കാൻ കഴിയും? അപ്പൊ ദൈവ സാന്നിധ്യത്തിൽ തീ ഉണ്ടോ? ഉണ്ട്. അത് ശത്രുവിന് പ്രതികാരമായി മാറുമ്പോൾ ദൈവ പൈതലിന് അനുഗ്രഹമാണ്. കൈവെപ്പിലൂടെ ഒരു പകർച്ചയുള്ളത് പോലെ തന്നെ തീയുടെ അഭിഷേകമുണ്ട്. അത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മളുള്ള കീടങ്ങൾ പോകും. ആ കീടങ്ങൾ പോകുന്ന നമ്മൾ മാനസാന്തരം വരും, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, ഒരു പുതിയ ഉണർവ് നമ്മളിൽ വരും. നമ്മുടെ അകത്തെ മനുഷ്യൻ അതുകൊണ്ട് ശക്തിപ്പെടും, ശുദ്ധീകരണം നടക്കും. തീ ശുദ്ധീകരിക്കുന്ന, ടെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മളെ. തീയിലൂടെയുള്ള ശോധനകൾ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആത്മാവിന്റെ ശുശ്രൂഷയെ നീ തുച്ഛീകരിക്കരുത്, ആത്മാവിനെ നീ വിലക്കരുത്. പലരും ആ സാധുക്കൾ ബലഹീനത തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അവരതുകൊണ്ട് ശക്തിപ്പെടാൻ അവർ കഴിയുന്നില്ല, പുതുക്കപ്പെടാൻ അവർ കഴിയുന്നില്ല. തീയാലുള്ള ശുദ്ധീകരണങ്ങളുണ്ട്, ഇതിനെ നിഷേധിക്കരുത്. നിങ്ങൾക്ക് ഇനി ഇത് വേണ്ടായോ? നിങ്ങൾ വീട്ടിലിരുന്നു, ഒരു കുഴപ്പമില്ല, വചനമൊക്കെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ ദൈവിക ശുശ്രൂഷക്ക് ആവശ്യമാണ്. പിശാചുമായിട്ട് യുദ്ധം ചെയ്യുന്നവർക്ക് ആവശ്യമാണ്. മുൻപോട്ട് പോകുന്നവർക്ക് അങ്ങനെ ശക്തി വേണം. അതിനാണ് മുകളിലുള്ളവർ അങ്ങനെയുള്ള ശുശ്രൂഷകൾ ക്രമീകരിക്കുന്നതിന് കാരണം അതാണ്. ഇത് ആവശ്യമാണ് ദൈവസഭയ്ക്ക്. ഈ ഒരു ശുശ്രൂഷ ആവശ്യമാണ്. പക്ഷെ ഇതിൽ മാത്രം ഫയർ അല്ലെ തീയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. ദൈവവചനം പഠിപ്പിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ആരാധന വേണം, ദൈവഭയം വേണം, വിശുദ്ധി വേണം, വേർപാട് വേണം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാണ് ഇത് ആവശ്യമല്ല. ഫയർ എന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങുമല്ല. എപ്പോഴും ഒരു സഭയെ എല്ലാ സൺഡേയിലും ഫ്രൈഡേയിലും ഫയർ എന്ന് പറഞ്ഞാൽ ആ സഭയെ ചോദ്യം ചെയ്തിരിക്കുന്നു. അതേസമയം ആ വചനം പറയുമ്പോഴും അടുക്കും ചിട്ടയിലും അച്ചടക്കത്തിൽ ആ സഭ പോകുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അവിടെ ഇങ്ങനൊരു ശുശ്രൂഷ ഉണ്ട്. എല്ലാം കൂടെ ചേരുന്നതിൻ്റെ കൂടെ ഒരു മെയിൻ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവിലും തീയിലുള്ള അഭിഷേകം. ഞാൻ വീണ്ടും പറയുന്നു, അത് ദൈവദാസന്മാരെ അവരിലൂടെ ദൈവം ഇമ്പാർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അത് സഭകൾക്ക് അത് ആവശ്യമാണ്. ഈ കാലയളവിൽ അങ്ങനെയുള്ള ശുശ്രൂഷ നിഷേധിക്കാനൊക്കത്തില്ല. ആരെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ശുദ്ധീകരണം ആഗ്രഹിക്കാത്തവരാണ്. തീയിലുള്ള ശുദ്ധീകരണമുണ്ട്.